ലോഞ്ച് ആക്സസ് ഇല്ല. പക്ഷെ ഒരു ലക്ഷറി ഓപ്ഷൻ എന്ന് പറഞ്ഞ ടാക്സി ഉണ്ടായിരുന്നു. കുറച്ച് ബമ്പിയാണെങ്കിൽ തന്നെ വണ്ടിയുടെ അടി തട്ടുന്നു. അത് ഞാൻ 2021-22 സമയത്ത് DJI Osmo Pocket 3 ഒക്കെ വാങ്ങിച്ച്. അജ്മാൻ എന്ന് പറഞ്ഞ ലൊക്കേഷനാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. Atomic Habits, How to Fail at Almost Everything. Let's see കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അയ്യോ, ഞാനാണെങ്കിൽ ബിസിനസ് ക്ലാസ്സിൽ ബുക്ക് ചെയ്യാത്തയാ. I really hate bathtub. A very big one bedroom. കോട്ട് കഴിഞ്ഞിട്ട് കാർഡിയോ എല്ലാം കുറേ നേരം ചെയ്യുന്നതാണ്. പക്ഷേ ഇന്ന് ആക്ച്വലി സോഫ ബെഡ് നമുക്ക് ആക്കണം, സോ ചേഞ്ച് ചെയ്യണം. യൂഷ്വലി വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 10-11 o'clock ഒക്കെ ആകുമ്പോഴാണ്. പക്ഷേ ഇന്ന് അത്യാവശ്യം കുറേ കാര്യങ്ങൾ ഫിനിഷ് ചെയ്യാനുണ്ടായിരുന്നു. ഓൾസോ എൻ്റെ ഫ്ലൈറ്റും ബാക്ക് ടു നാട്ടിലേക്ക് പോകുന്നതും ഇന്നായിരുന്നു. അത് കാരണം രാവിലെ ഒരു 7-7:30 ടൈം ആയപ്പോഴത്തേക്ക് ജിമ്മിലേക്ക് വന്നു. യൂഷ്വലി ഞാൻ കുറച്ചും കൂടെ നേരത്തെ വരുന്നതാണ്. പക്ഷേ ഇവിടെ ഈ ഹോട്ടലിലത്തെ അപ്പാർട്ട്മെൻറ്റ് ജിമ്മ് എയർബിഎൻബിയിലാണല്ലോ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അവർ തുറക്കാൻ ഓപ്പൺ ചെയ്യാൻ തന്നെ ലേറ്റ് ആവും. സോ ഐ ഹാഡ് ടു വെയിറ്റ് അണ്ടിൽ 7-7:30 ആൻഡ് ദെൻ കം ടു ദ ജിം. ഓൾസോ രാവിലെ യൂഷ്വലി ഞാൻ നേരെ വന്നു കഴിഞ്ഞാൽ വർക്കൗട്ട് കഴിഞ്ഞിട്ട് കാർഡിയോ എല്ലാം കുറേ നേരം ചെയ്യുന്നതാണ്. പക്ഷേ ഇന്ന് കാർഡിയോ എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഫിനിഷ് ചെയ്ത് പോകാനുള്ള ടൈമില്ലായിരുന്നു. സോ ക്വിക്കായിട്ടൊരു 10 മിനിറ്റ് പെട്ടെന്നൊരു കാർഡിയോയും ചെയ്തു. വർക്കൗട്ട് സെഷൻ ഐ ഡിഡ് ബാക്ക് ആൻഡ് ബൈസെപ്സ്, അതും കഴിഞ്ഞു. ആൻഡ് ദെൻ ബാക്ക് ടു മൈ സ്റ്റഫ്. സോ ഫസ്റ്റ് തിങ് കഴിക്കാൻ പോകണം. കഴിച്ച് കഴിഞ്ഞ് നമുക്ക് കുറച്ച് വ്യൂയിങ്ങും പരിപാടികളും ഉണ്ട്. അപ്പോൾ കഴിക്കാൻ നമ്മൾ ഓൺലൈൻ ഓർഡർ ചെയ്യുന്നൊരു കടയായിരുന്നു. അപ്പോൾ അവിടെ നേരിട്ട് പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. സോ ഞാൻ ഒരു ബിരിയാണി ഓർഡർ ചെയ്തു. ഓൾസോ ഒരു ഫിഷും വൈഫ് ഊൺ ഓർഡർ ചെയ്തു. ഓൾസോ ഒരു ഫിഷ് മാംഗോ കഴിയും ഓർഡർ ചെയ്തു. ആൻഡ് ദെൻ ബാക്ക് ടു പ്രോപ്പർട്ടി വ്യൂയിങ്സ് ആൻഡ് സ്റ്റഫ്. ഇത് അജ്മാൻ എന്ന് പറഞ്ഞ ലൊക്കേഷനാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. ഈ ഒരു ലൊക്കേഷനിൽ താമസിച്ചിട്ടേ ഇല്ല. അപ്പം കുഴപ്പമില്ല, ചീപ്പാണ് ലൊക്കേഷൻ, ബട്ട് വെരി നൈസ്. ഒരു 1 bedroom അപ്പാർട്ട്മെൻറ്റ് നമ്മൾ ലീസിനെടുക്കാൻ ഉദ്ദേശിക്കുന്നതാണ്. ഓൾറെഡി ഇപ്പം അറ്റ് ദ മോമെൻറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞു ഈ ഒരു പ്രോപ്പർട്ടി. So we have a common bathroom here and then coming to a very big 1 bedroom. നല്ല അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയുക, നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഇൻറ്റീരിയറൊക്കെയാണ് അവർ ചെയ്തേക്കുന്നത്. ദാറ്റ്സ് എ ബാൽക്കണി. ഇവിടുന്ന് സെയിം ബാൽക്കണി ലിവിങ് റൂമിൽ നിന്ന് കണക്ട് ചെയ്യും. ബെഡ് ഫ്രെയിം, മാട്രസ്, അത് കണക്ക് ഡീസൻ്റായിട്ട് വലിപ്പമുള്ള വാർഡ്രോബുണ്ട്. നല്ലൊരു ബാത്റൂമുണ്ട്. ലക്കിലി ഇവിടെ ബാത്ത് ടബല്ല, ഷവർ റൂമാണ്. ഐ റിയലി ഹേറ്റ് ബാത്ത് ടബ്. ആൻഡ് ദെൻ ഈ ബ്ലാക്ക് കളറൊക്കെ വരുന്നതുകൊണ്ട് നല്ല രസമുണ്ട്. കബേർഡും നല്ല വലുപ്പമുണ്ട്. നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി ഷോർട്ട് ടേം ലെറ്റായിട്ടാണ് നമ്മൾ റൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്രയും വലിയ കബേർഡിൻ്റെ ആവശ്യമില്ല. എന്നാലും റെൻ്റൽ പ്രോപ്പർട്ടി ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ കബേർഡ്സ് കൊണ്ട് യൂസ് ഉണ്ട്. പിന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബാറുണ്ട്. ഒരു ചെറിയൊരു കിച്ചൺ, അത്ര വലുതല്ല, അത്രയ്ക്ക് വലുപ്പമൊന്നുമില്ല കിച്ചണിന്. സോ ഇവിടെ നമുക്ക് സ്റ്റൗ വെക്കണം, ഫ്രിഡ്ജ് വെക്കണം. ഓൾസോ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുണ്ട്. അങ്ങനെ കുറച്ച് വർക്ക് ഫിനിഷ് ചെയ്യാനുണ്ട് ഇതിനകത്ത്. ഓൾസോ നമുക്ക് എൻട്രൻസ് കഴിഞ്ഞ ഉടനെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു ലോക്ക് വെച്ചിട്ട് നമ്മളെ സ്പെയർ ബെഡ്ഷീറ്റ്, ഡുവേ കവർ ഇതെല്ലാം ഇവിടെ സ്റ്റോർ ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഓൾസോ ടോയ്ലറ്ററീസ്, കൺസ്യൂമബിൾസ് എല്ലാം. ചെറിയൊരു ഡൈനിങ് ടേബിളാണ്, പക്ഷേ ഐ ഗസ് ദാറ്റ്സ് ഫൈൻ. ഓൾസോ ഒരു വലിയൊരു സോഫ ബെഡ് ഉണ്ട്. അല്ല, സോഫ ആണത്. അത് ആക്ച്വലി സോഫ ബെഡ് നമുക്ക് ആക്കണം, സോ ചേഞ്ച് ചെയ്യണം. ബാൽക്കണി കുഴപ്പമില്ല, അത്ര വലുതല്ല, എന്നാലും കൊള്ളാം, ഡീസൻ്റ് ആണ്. ബട്ട് ഇറ്റ്സ് എ വെരി നൈസ് ലൊക്കേഷൻ. ബിസിനസ് ബേ എന്ന് പറഞ്ഞ ലൊക്കേഷനാണ്. വെരി പ്രൈം ലൊക്കേഷൻ. നമുക്ക് ഡൗൺ ടൗണിലേക്ക് പോകാനും എല്ലാം ഇറ്റ്സ് വെരി ക്ലോസ് ടു സിറ്റി. ബേസ് സിറ്റി തന്നെയാണ്, ക്ലോസ് ടു സിറ്റി എന്ന് പറയേണ്ട കാര്യമില്ല. സോ ബ്രാൻഡ് ന്യൂ ബിൽഡിംഗ് ആണിത്. സോ അതുകൊണ്ട് അപ്പാർട്ട്മെൻറ്റ് ഇസ് വെരി ഗുഡ്, എക്സ്ട്രീംലി ഗുഡ് കണ്ടീഷനാണ് അപ്പാർട്ട്മെൻ്റ് എല്ലാം. ഫ്രം ദെയർ അവിടുന്ന് നേരെ വ്യൂയിങ് എല്ലാം കഴിഞ്ഞു വീട്ടിലേക്ക് വന്നു. ഫ്ലാറ്റിലേക്ക് തിരിച്ചെത്തി. നമ്മൾ അപ്പാർട്ട്മെൻറ്റിന് പാർക്കിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 4ാമത്തെ ഫ്ലോറിലായിരുന്നു പാർക്കിംഗ്. അപ്പം ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ ബാക്കിലേക്ക് വരാൻ നേരത്തെ കുറച്ച് സാൻഡ് പോലെ കുറച്ച് ഏരിയ ഉണ്ട്. ഈ പോഷെ ടർബേഴ്സ് ആണെങ്കിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഭയങ്കര കുറവാണ്. അത് കാരണം ഭയങ്കര സ്ലോയിലേ അവിടെ വരാൻ പറ്റത്തുള്ളൂ. കാരണം കുറച്ച് ബമ്പിയാണെങ്കിൽ തന്നെ വണ്ടിയുടെ അടി തട്ടുന്നു. അത് കാരണം അവിടുന്ന് എങ്ങനെയെങ്കിലുമൊക്കെ പതുക്കെ കൊണ്ടുവന്നു. ഞാൻ കുറച്ച് ദിവസം വണ്ടി വെളിയിൽ തന്നെ ഇട്ടത്, മുകളിൽ കാപ്പാക്കിൽ കൊണ്ടുവന്നില്ല. കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് മണ്ണിൽ കൂടെ കൊണ്ടുവരാൻ. അങ്ങനെ വെളിയിൽ പിന്നെ ദുബായ് ആയതുകൊണ്ട് പിന്നെ സേഫ് ആണല്ലോ, പേടിക്കാനൊന്നുമില്ല. അങ്ങനെ പക്ഷെ വണ്ടി കൊടുക്കുന്നതിൻ്റെ അടുത്ത തലേദിവസം മുകളിൽ കൊണ്ടുവന്ന് പാക്ക് ചെയ്തു, ഇട്ടു.
and then we need to give the car back next day. كل الدعاء إلى البري ليحفظها من كل شر നെക്സ്റ്റ് ഡേ നമ്മൾ വണ്ടി കൊടുത്തു. അവിടുന്ന് ഞാൻ ഒരു ടാക്സി പിടിച്ചു. എന്നിട്ട് ഒരു 6 സീറ്റർ ടാക്സി കിട്ടിയില്ല, പക്ഷെ ഒരു ലക്ഷറി ഓപ്ഷൻ എന്ന് പറഞ്ഞ ടാക്സി ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ പെട്ടിയെല്ലാം കയറാറുണ്ട്. അവിടുന്ന് വി ജസ്റ്റ് വെൻ ടു എയർപോർട്ടിൽ ദിസ് ടൈം നമ്മൾ ബിസിനസ് ക്ലാസ്സാണ് ബുക്ക് ചെയ്തത്. അപ്പം ഐ ഡിഡ് നോ നമുക്ക് ടെർമിനൽ 3 ദുബായിൽ ബിസിനസ് ക്ലാസ്സിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഉള്ളൊരു സ്പേസൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ വന്നുകൊണ്ട് ആസ് യു ക്യാൻ സി ആരുമില്ല, ഈസി ആയിട്ട് എല്ലാം കൊടുത്തു, ബോർഡിംഗ് പാസ് വാങ്ങിച്ചു, ഫ്ലൈറ്റിലേക്ക് കയറാൻ പറ്റി. Safety always comes first. So it's important that we take you through some safety features before takeoff. And you all can get back to our award-winning entertainment system. So, here we go. Please make sure you have placed all your bags up here in the overhead locker. Or, if you have smaller bags, എപ്പോഴും എക്കോണമി മാത്രമാണ് ഞാൻ ബുക്ക് ചെയ്യാറ്. ബിസിനസ് ഭയങ്കര റെയർലി ബുക്ക് ചെയ്യാറുള്ളൂ. എപ്പോഴും എക്കോണമി ആയിരിക്കും. അങ്ങനെ ഇന്ന് ദുബായിൽ നിന്ന് നാട്ടിലേക്ക് പോകാനായിട്ട് ബിസിനസ് ക്ലാസ് ബുക്ക് ചെയ്തിട്ട് എയർപോർട്ടിലെത്തി. ചെക്കിനെല്ലാം ചെയ്ത് കഴിഞ്ഞു. ലോഞ്ചിലേക്ക് എത്തിയപ്പോഴത്തേക്ക് അവർ പറയുന്നത് ലോഞ്ച് ആക്സസ് ഇല്ല. അയ്യോ, ഞാനാണെങ്കിൽ ബിസിനസ് ക്ലാസ്സിൽ ബുക്ക് ചെയ്യാത്തയാണ്. വല്ലപ്പോഴും ഒന്നും എനിക്ക് ബുക്ക് ചെയ്തപ്പോഴത്തേക്ക് അവിടെ ചെന്നപ്പോൾ ലോഞ്ച് ആക്സസ് ഇല്ലയെന്ന്. അങ്ങനെ അവരെന്തോ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു എന്തോ സംതിങ് റോങ്, നമ്മൾ ബുക്ക് ചെയ്തതിൽ എന്തോ മാറ്റം വന്നു, വേറെ ഏതോ സംതിങ് കോൾ സേവർ പാക്ക് അങ്ങനെ എന്തോ ഒരു സാധനമാണ് ഞാൻ ബുക്ക് ചെയ്തത്. അതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ബിസിനസ് ലോഞ്ച് ആക്സസ് കിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ബോർഡിംഗ് പാസ് എടുത്ത് നോക്കിയപ്പോഴാണ് ഞാൻ കാണുന്നത് അതിനകത്ത് നോ ലോഞ്ച് ആക്സസ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പം ഇത് ചെക്ക് ഇൻ സമയത്തെ കണ്ടായിരുന്നെങ്കിൽ വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാമായിരുന്നു, പക്ഷേ അപ്പോൾ കണ്ടില്ല. എന്നിട്ട് പിന്നെ ഇത് ചോദിക്കാനൊക്കെ പോയപ്പോഴത്തേക്ക് ഫ്ലൈറ്റിന് 1 മണിക്കൂർ മുന്നേ ആയിരുന്നു. പിന്നെ 1 മണിക്കൂറിന് വേണ്ടിയിട്ട് കാശെല്ലാം കൂടെ കൊടുത്ത് ലോഞ്ചിനകത്ത് കയറി എന്താ പറയുക, അവിടെ ഇരിക്കാൻ പോലും സമയമില്ല. ടൈമായി, ഫ്ലൈറ്റിന് ടൈം അപ്പോഴത്തേക്ക് ആയായിരുന്നു. പിന്നെ എൻ്റെ അടുത്ത് എമിറേറ്റ്സിൻ്റെ സ്കൈ വാട്ട്സ് ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് വേറൊരു ലോഞ്ച് ആക്സസ് കിട്ടുമായിരുന്നു, പക്ഷേ അതും കയറിയില്ല. കാരണം അപ്പോഴത്തേക്ക് ടൈം ഇല്ലാതായി. എനിക്കാണെങ്കിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു എയർപോർട്ടിൽ വെച്ച്. അപ്പം എന്താ പറയുക, ഒരു മീറ്റിങ്ങിന് പുള്ളിക്കാരൻ എയർപോർട്ടിലേക്ക് വന്നു എന്നെ കാണാനായിട്ട്. അങ്ങനെ എന്താ പറയുക, ദാറ്റ്സ് വെരി നൈസ് ഓഫ് ഹിം. യുനോ, ചില ആൾക്കാർ അവർ എന്താ പറയുക, മേ ബി ഐ ഡോണ്ട് നോ, മേ ബി അവർക്ക് എന്തെങ്കിലും എൻ്റെ പക്ഷത്തു നിന്നും എനിക്കെന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടായിരിക്കും അവർ എന്നെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വന്നത്. അങ്ങനെ കണ്ടു, വെരി വാല്യുബിളായിരുന്നു തോന്നിക്കുന്നു. നമ്മൾ കുറേ സംസാരിച്ചു. ആൻഡ് ദെൻ അത് കഴിഞ്ഞിട്ട് സൂം മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഫോൺ കോൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം ലോഞ്ചിൽ പോയിരുന്ന് ചെയ്താൽ മതിയായിരുന്നു. അതിന് പകരം ഒരു റാൻഡം ചെറിയൊരു കടയിൽ കയറി ഒരു കോഫിയും കുടിച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തത്. അങ്ങനെ എപ്പോഴാണ് ഫ്ലൈറ്റ് രാത്രി 9:30-ക്കാണ്. എന്നിട്ട് എയർപോർട്ട് എത്തിയത് വൈകിട്ട് 5:30-ക്കായിരുന്നു. 5:30-ക്ക് എയർപോർട്ട് എത്തി. 5:30 തൊട്ട് ഒരു 6:30-7 മണി വരെ മീറ്റിംഗ് ആയിരുന്നു, ഫേസ് ടു ഫേസ് മീറ്റിംഗ്. അത് കഴിഞ്ഞ് സൂം കോള്, ഫോൺ കോള് എല്ലാം മീറ്റിംഗ് ആയിരുന്നു. ഒരുപാടുണ്ടായിരുന്നു മീറ്റിംഗ് പെൻഡിങ് ആയിട്ട്. പിന്നെ കുറേ പേയ്മെൻറ്റ് ലിങ്ക്സ് അയക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വി ഹാഡ് സം മണി കമ്മിൻ ഇൻ. അപ്പം അതിന് കുറച്ച് ലിങ്ക്സ് എല്ലാം ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് അഡ്മിൻ വർക്ക് ഇപ്പോൾ ഞാൻ ചെയ്യുന്നുണ്ട്. കാരണം എന്താ പറയുക, കുറച്ച് കാര്യങ്ങൾ സോർട്ട് ചെയ്യാനുണ്ട്, കുറച്ചും കൂടെ ഓട്ടോമേറ്റ് ചെയ്യാനുണ്ട് ചില കാര്യങ്ങൾ. അപ്പം ഞാനെപ്പോഴും എന്ത് ഓട്ടോമേറ്റ് ചെയ്യുന്നതിന് മുന്നേയും ഫസ്റ്റ് ഞാനതൊന്ന് ചെയ്യും, എന്നിട്ടാണ് ഞാനത് യൂഷ്വലി ഓട്ടോമേറ്റ് ചെയ്യാറ്. സോ ഇഫ് എനിത്തിങ് ഗോസ് റോങ്, എനിക്കറിയാം എന്താണ് പ്രശ്നം, ആൻഡ് ദെൻ ഐ ഡെലിഗേറ്റ് ടു സമ്മൺ എൽസ്. സോ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ യുനോ എനിക്ക് അവർക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ആക്ച്വലി വാട്ട്സ് ആക്ച്വലി ഗോയിങ് റോങ്, അല്ലെങ്കിൽ എന്താണ് നോക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പം ഇറ്റ്സ് ജസ്റ്റ് മൈ റെക്കമെൻഡേഷൻ, ഇഫ് യു ആർ ട്രൈങ് ടു ഡെലിഗേറ്റ് സംതിങ്, ഡു ഇറ്റ് യുവർ സെൽഫ് ഫസ്റ്റ് ആൻഡ് ദെൻ ഡെലിഗേറ്റ് ചെയ്താൽ അത്രയും എളുപ്പമായിരിക്കും. ആരെങ്കിലും അവരെന്തെങ്കിലും ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമ്മൾ ഇസ് ബെസ്റ്റ് നോ, നമുക്ക് കാര്യങ്ങളെല്ലാം അറിഞ്ഞിരുന്നാൽ അത്രയും നല്ലതാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. ഫ്ലൈറ്റിൽ കയറുന്നതിന് മുന്നേ നല്ലപോലെ കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഫ്ലൈറ്റിൽ കയറി ഹോപ്പ്ഫുള്ളി നല്ലപോലെ കഴിക്കാമെന്ന് വിചാരിക്കുന്നു. ഇനി നാട്ടിൽ എപ്പോഴായിരുന്നു, രാത്രി
3 മണിക്ക് എത്തുന്നതെന്ന് തോന്നുന്നു നാട്ടിൽ. നമ്മൾ യൂഷ്വൽ എമിറേറ്റ്സ് ഫ്ലൈറ്റ് എല്ലാവരും ബുക്ക് ചെയ്യുന്ന യൂഷ്വൽ ഫ്ലൈറ്റ് രാത്രി ഒരു 3:30 ആകുമ്പം എത്തും. ആൻഡ് ദെൻ ഡ്രൈവർ വിളിക്കാൻ വരും, അവിടുന്ന് വീട്ടിലേക്ക് പോവും. ആൻഡ് ദെൻ പ്രെയർ എല്ലാം കഴിഞ്ഞ് ഞാൻ യൂഷ്വലി ഉറങ്ങാറില്ല. ചിലപ്പം നേരെ ജിമ്മിലേക്ക് വിടും. ജിമ്മിൽ എന്താ നാളെ എതിരെയാ? നാളെ ചെന്നിറങ്ങുന്ന ദിവസം സൺഡേ ആണോ എന്നറിയില്ല, കാരണം സൺഡേ ജിമ്മില്ല. അപ്പം എന്നായിരുന്നു സൺഡേ മൺഡേ അല്ല, സൺഡേയാ, സാറ്റർഡേ ഇന്ന്. അപ്പം സൺഡേ ജിമ്മില്ല. ഓക്കെ, അപ്പോൾ ഐ ഗസ് ഐ ക്യാൻ സ്ലീപ്പ് ചെന്നെത്തിയ ഉടനെ. പിന്നെ എന്താണ്, അത് കഴിഞ്ഞ് ഐ ഹാവ് എ സൗദി ട്രിപ്പ് കമ്മിങ് സൂൺ. സോ കുറച്ച് ബിസിനസ് പ്ലാൻസ് ഉണ്ട്. പിന്നെ അതേ കണക്ക് ഉംറ പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മൾ. ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഇൻഷാ അല്ലാഹ് ജിദ്ദ, റിയാദ്, ഐദർ ബോത്ത് പ്ലേസസ് അല്ലെങ്കിൽ ജസ്റ്റ് വൺ ഓഫ് ദം. അവിടെ എവിടെയെങ്കിലും നമ്മൾ തുടങ്ങി വെക്കണം. കാരണം നമ്മൾ എന്താ പറയുക, അതൊരു ഗ്രോയിങ് ലൊക്കേഷനാണ് ജിദ്ദ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്ത് വെച്ചാൽ ഒരു 5-10 ഇയേഴ്സ് ടൈമിൽ. ഇപ്പോൾ നമ്മൾ ക്വിക്കായിട്ട് ഒരു ഒരു ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ഒന്നും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ കാണുന്നുള്ളൂ. അപ്പം അത് സ്റ്റാർട്ട് ചെയ്യണം. അതിനും ഉംറയ്ക്കും കൂടെ ചേർന്ന് സൗദിക്ക് പോകുന്നുണ്ട്. ആൻഡ് ദെൻ ഹാവ് ടു ഗോ UK പോകണം. അത് കഴിഞ്ഞ് അല്ലെങ്കിൽ മേ ബി അതിന് മുന്നേ ദുബൈക്ക് പോകേണ്ടി വരും. അങ്ങനെ ഒരുപാട് ട്രിപ്പ് കിടപ്പുണ്ട്. അങ്ങനെ യാത്രയോട് യാത്രയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാനൊന്ന് ബോഡിയൊക്കെ ഒന്ന് സെറ്റാക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പം എന്താ പറയുക, കുറച്ച് മെനക്കേടാവും. ഇപ്പോൾ തന്നെ ലാസ്റ്റ് വീക്ക് ഞാൻ മാക്സിമം ജിമ്മൊന്നും മിസ്സാക്കിയില്ല. പക്ഷേ ഐ തിങ്ക് ഒരു ദിവസം മിസ്സായി. ബാക്കി എല്ലാ ദിവസവും ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു ഷോൾഡർ വർക്കൗട്ട് മാത്രമാണ് മിസ്സായത്. അപ്പം അതും സോർട്ട് ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് റെഡിയാക്കാൻ. അങ്ങനെ കുറേ കാത്തിരിപ്പിന് ശേഷം ഡിന്നർ എത്തിയിരിക്കുകയാണ്. ലെറ്റ്സ് സീ വാട്ട് വി ഹാവ് ഹിയർ. സോ വി ഹാവ് കുറച്ച് ഗീ റൈസ് ഉണ്ട്, മട്ടൻ കറി, പറാത്ത, ഗാർലിക് ബ്രെഡ്, ഹമസ് ആൻഡ് എ ചോക്ലേറ്റ് കേക്ക്. ഇത്രയാണ് ഞാൻ പറഞ്ഞത്. വിത്ത് സം 7up. ലെറ്റ്സ് സീ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. സോ ഞാൻ ഷുഗറെല്ലാം നിർത്തിയിരുന്നതായിരുന്നു. എന്നിട്ട് ഫ്ലൈറ്റിൽ കയറിയപ്പോഴത്തേക്ക് കൺട്രോൾ പോയി. അങ്ങനെ ഇപ്പോൾ കഴിക്കാൻ പോവാണ്. പക്ഷെ ഞാനിപ്പം ഫാറ്റ് ലോസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ട് ഐ തിങ്ക് അറൗണ്ട് 2 weeks ആയിട്ടുണ്ട്. ഇതുവരെ ഒന്നും തെറ്റിയിട്ടില്ല. സോ ഇതുവരെ ഒന്നും തെറ്റിയിട്ടില്ല. ഇന്നാണ് ഇപ്പോൾ തെറ്റാൻ പോകുന്നത്. പക്ഷേ ഐ ഗസ് ഇറ്റ്സ് ജസ്റ്റ് ഗോണ ഹെൽപ്പ് മീ. കാരണം ഞാനിപ്പോൾ ഒരു 15 വർഷമായിട്ട്, 15 അതിലും കൂടിയിട്ടുണ്ട് വർക്കൗട്ട് ചെയ്ത് തുടങ്ങിയിട്ട്. അപ്പം വല്ലപ്പോഴും ഒന്ന് ഇതേ കണക്ക് എന്തെങ്കിലും മാറി കഴിക്കാൻ നേരത്ത് യൂഷ്വലി എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. എനിക്ക് നല്ല രീതിയിൽ ജിമ്മിൽ പെർഫോം ചെയ്യാൻ പറ്റും. അപ്പം മാക്സിമം അത് ജിമ്മിൽ യൂട്ടിലൈസ് ചെയ്യും. സോ വെറുതെ എന്താ പറയുക, കഴിച്ചിട്ട് വെറുതെ ഇരിക്കുകയല്ല, നല്ല രീതിയിൽ ജിമ്മിൽ പോയി പണിയെടുക്കും. അതുകൊണ്ട് ഐ എം അസ്യൂമിങ് ദിസ് മീൽ ഇസ് ഗോണ ഹെൽപ്പ് മീ ഇൻഷാ അല്ലാഹ്. ഡിന്നറെല്ലാം കഴിഞ്ഞൊരു മൂവി കാണാമെന്ന് വിചാരിച്ച. മൂവിയുടെ പേര് ഞാൻ മറന്നുപോയി. എന്തായിരുന്നു, എബ്രഹാം ഓസ്ലർ. അപ്പം മമ്മൂട്ടി, ജയറാം ഉണ്ടെന്നാണ് കൊടുത്തേക്കുന്നത്. ക്ലിക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഫോട്ടോയിൽ വലുതായിട്ട് ജയറാമിൻ്റെ ഫോട്ടോ ആണ് കൊടുത്തേക്കുന്നത്. അങ്ങനെ മമ്മൂട്ടിയുടെ അല്ലാന്ന് വെച്ച് കാണാനൊരു മടി. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു ബുക്ക് എന്തെങ്കിലും കേൾക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നൊരു ആപ്പാണ് ഓഡിബിൾ എന്ന് പറഞ്ഞൊരു ആപ്പ്. അപ്പം ബുക്ക് എനിക്ക് വായിക്കാൻ ഭയങ്കര മടിയാണ്. അത് കാരണം കേൾക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ കറൻലി കേട്ടുകൊണ്ടിരിക്കുന്ന ബുക്കാണ് ബൈ ബാക്ക് യുവർ ടൈം, ഹൗ ടു ഫെയിൽ അറ്റ് ഓൾമോസ്റ്റ് എവറിത്തിങ് ആൻഡ് സ്റ്റിൽ വിൻ ബിഗ്. അപ്പം ഇത് രണ്ടുമാണ് ഞാൻ കറൻലി കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ കുറച്ച് കാണിച്ചു തരാം. So buy back your time, atomic habits, how to fail at almost everything, ultimate sales machine, $1 million weekend. ഇതെല്ലാം ഞാൻ ഫിനിഷ് ചെയ്തായിരുന്നു. ഡയറി ഓഫ് CEO, feel good productivity, how to 10 million,
ഈ മെത്തേഡ് ഞാൻ ഫിനിഷ് ചെയ്യില്ല, അതിന് കാണണം. പ്രിൻസിപ്പിൾസ് ബൈ ഡേവിഡ് ആലിയോ, മാഗ്നറ്റിക് മാർക്കറ്റിങ്ങിൽ കുറേയൊക്കെ മെജോറിറ്റി ഫിനിഷ് ചെയ്തതാണ്. പിന്നെ ബാക്കിയൊന്നും ഞാൻ കാർട്ടിൽ ആഡ് ചെയ്തിട്ടില്ല, ഇനി കുറേ ആഡ് ചെയ്യാനുണ്ട്. എന്നിട്ട് എന്താ പറയുക, കൂടുതലും ബിസിനസ് ബുക്സ് തന്നെ ഞാൻ കാണുന്നത്. ഇനി അല്ലാത്ത എന്തെങ്കിലും വായിക്കുന്നത്. അപ്പോൾ അല്ലാത്ത എന്തെങ്കിലും വായിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്താ പറയുക, ഈ ബിസിനസ് ഇങ്ങനെ തലയിൽ കിടക്കുന്നത് കാരണം വേറൊന്നും കേൾക്കാൻ തോന്നിക്കത്തില്ല. എപ്പോഴും ഇത് തന്നെ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുക. പക്ഷേ എന്നാലും അല്ലാതെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പ്രൊഡക്ടിവിറ്റി, മൈൻഡ് സെറ്റ്. ഇതൊന്നും ഡയറക്റ്റ്ലി ബിസിനസ്സിനെ പറ്റി അല്ല പറയുന്നതെങ്കിലും എന്താ പറയുക, നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും ബിസിനസ് ചെയ്യാൻ. ഒരു രക്ഷയില്ല. ബിസിനസ് ചെയ്യാനൊന്നല്ല, നമ്മൾ ലൈഫിൽ എന്ത് ഗോള് ടാർഗറ്റ് ചെയ്താലും ശരി, അത് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേ കണക്ക് എന്താ പറയുക, നമ്മൾ നല്ല പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാനും, നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യാതെ അൺനെസസറി ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് സമയം കളയോ, നമ്മളെ മൂഡ് ചീത്താക്കിയോ, അല്ലെങ്കിൽ നമ്മളെ ഹെൽത്തിനെ നോക്കാൻ, ഇതിനെല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും ഈ പറഞ്ഞ പ്രൊഡക്ടിവിറ്റി, മൈൻഡ് സെറ്റ്, ഇതേ കാണാത്ത ബുക്സ് എല്ലാം. അപ്പം എന്താ പറയുക, ബിസിനസ് ആണ് ചെയ്യുന്നത്, ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞ് ബിസിനസ് റിലേറ്റഡ് ബുക്സ് തന്നെ വായിക്കണം എന്നൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ ടൈപ്പ് ബുക്സ് വായിച്ചാലും നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മൾ ബിസിനസ് ചെയ്യാൻ നേരത്തെ എന്താ പറയുക, ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ 2021-22 സമയത്ത് എൻ്റെ ഒരു വൺ ഓഫ് മൈ മെൻറ്ററിൻ്റെ അടുത്ത് പോകാൻ നേരത്തെ പുള്ളിക്കാരൻ എപ്പോഴും എന്താ പറയുക, ബിസിനസ് റിലേറ്റഡ് മൈൻഡ് സെറ്റ് റിലേറ്റഡ് ക്ലാസ്സസ് എല്ലാം എടുക്കും. അപ്പോൾ ഞാൻ തന്നെ ആലോചിക്കുമ്പോൾ എൻ്റെ അമ്മ, എനിക്ക് മൈൻഡ് സെറ്റിൻ്റെ കാര്യമില്ല, എനിക്ക് ബിസിനസ് പഠിപ്പിച്ചാൽ മതി, എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിച്ചാൽ മതി. വെറുതെ മൈൻഡ് സെറ്റ് എടുത്ത സമയങ്ങളെയാണ് 2-3 മണിക്കൂറൊക്കെ ഒറ്റ സ്ട്രെച്ചിനിരുന്ന് ക്ലാസ് എടുക്കും. പിന്നെ മടുപ്പായിരുന്നു. അങ്ങനെ എല്ലായിരുന്നു കേൾക്കും, ഇടയ്ക്ക് ചിലപ്പോൾ ഉറങ്ങിപ്പോവും. അങ്ങനെ കേട്ട് ഇപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്ത് എന്താ പറയുക, ഒരു ഡീസൻറ്റ് പൊസിഷനിലേക്ക് എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു മൈൻഡ് സെറ്റിൻ്റെ വില. അപ്പം ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഐ വുഡ് സേ ഒരു 60% മൈൻഡ് സെറ്റാണെന്ന് വേണമെങ്കിൽ പറയാം. ബാക്കി 40% ബിസിനസ്. അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മൈൻഡ് സെറ്റ്. അപ്പം അതില്ലാതെ നമുക്ക് ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നമ്മൾ ആരാണോ ആവാൻ ശ്രമിക്കുന്നത്, എന്താണ് നമ്മളെ ഗോള്, നമ്മളത് വിഷൻ ചെയ്ത് നമ്മളത് മാനിഫെസ്റ്റ് ചെയ്യണം. എന്നിട്ട് അതിനനുസരിച്ച് വേണം നമ്മൾ ആക്ട് ചെയ്യാൻ. ഞാനിപ്പോൾ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. നിങ്ങൾ ഓൾറെഡി ബിസിനസ് ചെയ്യുന്ന ആൾ നല്ലൊരു പൊസിഷനിൽ എത്തിയെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം എന്താ പറയുക, അത്രയ്ക്കും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു കാര്യമാണ് മൈൻഡ് സെറ്റ്. അപ്പോൾ നമ്മളെപ്പോഴും സംസാരിക്കുന്നതാണെങ്കിലും, ഇൻട്രാക്ട് ചെയ്യുന്നത്, തിങ്ക് ചെയ്യുന്നത്, ഫോണിൽ കാണുന്നത്, ടി വിയിൽ കാണുന്നത്, ഇതെല്ലാം നിങ്ങൾ ബിസിനസ്സായി ചെയ്യുന്നെങ്കിൽ അത് മാത്രം കാണുക. അങ്ങനത്തെ ഫ്രണ്ട്സ് മാത്രം ആക്കുക. എനിക്കറിയാം സൗണ്ട്സ് ക്രൂവൽ, പക്ഷേ ദാറ്റ്സ് ദ സാഡ് റിയാലിറ്റി. നമുക്ക് ഇഫ് യു നീഡ് ടു വിൻ സംതിങ്, യു നീഡ് ടു ഒരു ഫീൽഡിൽ ഇഫ് യു നീഡ് ടു വിൻ ബിഗ്, നമുക്ക് ഇങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഞാൻ പണ്ട് ഫിറ്റ്നസ്സായിരുന്നു ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനെന്താ ചെയ്യുന്നത്, ഞാൻ സംസാരിക്കുന്ന ഫ്രണ്ട്സ് ഫിറ്റ്നസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, ഫോണിൽ കാണുന്നത് ഫിറ്റ്നസ്, ടി വിയിൽ യൂട്യൂബ് കാണുന്ന ഫിറ്റ്നസ്, എന്താ പറയുക, തിങ്ക് ചെയ്യുന്നത് ഫിറ്റ്നസ്, എന്ത് ചെയ്യണം എന്നുള്ള ഈ ഒരു ഫിറ്റ്നസ് റിലേറ്റഡ് മാത്രം നമ്മൾ ആലോചിക്കുന്നതല്ല. അപ്പം അതേ കണക്ക് നമ്മൾ 24/7 അതേന്ന് പറഞ്ഞ് നടക്കണം. നമ്മളിപ്പം എക്സാം സമയത്ത് നമ്മളെങ്ങനെയാണ് ജയിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും പഠിച്ചുകൊണ്ടായിരിക്കും. നമ്മൾ ഇങ്ങനെ കഴിക്കുമ്പോഴും എല്ലാം നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസ്, ആൻസേഴ്സ് എല്ലാം നമ്മളിങ്ങനെ തിങ്ക് ചെയ്യും. അപ്പോഴേ നമുക്ക് നല്ല മാർക്സ് കിട്ടുന്നത്. അതേ കണക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തിലാണോ ജയിക്കാൻ നോക്കുന്നത് ആ ഒരു കാര്യം 24/7 എപ്പോഴും ബാക്കിയെല്ലാം അവോയ്ഡ് ചെയ്യുക. എന്നിട്ട് ഇത് മാത്രമായിട്ട് നോക്കിയിരിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് വിൻ ചെയ്യാൻ പറ്റൂ. നമുക്ക് ചുമ്മാ ജയിച്ചാൽ പോരാ, നല്ല രീതിയിൽ നല്ല മാർജിനിൽ നമുക്ക് സക്സസ്ഫുൾ ആവണമെങ്കിൽ ഇതേ കണക്ക് നമുക്ക് ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. പല ഫ്രണ്ട്സിനെയും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. എനിക്കറിയാം, അല്ലാതെ അത് ആ ഫ്രണ്ട്സിൻ്റെ കുറ്റമല്ല, നമ്മളെ മിസ്റ്റേക്ക് തന്നെ ആയിരിക്കും. പക്ഷേ നമുക്ക് ഈ ഒരു പൊസിഷനിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് അത് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ചിലപ്പം ഫാമിലി റിലേഷൻഷിപ്പിനെ തന്നെ ചിലപ്പോൾ അത് അഫക്റ്റ് ചെയ്യാം. അതേ കണക്ക് ഒരുപാട് സാക്രിഫൈസാണ് നമ്മളൊരു എന്താ പറയുക ബിസിനസ് ചെയ്യാൻ നേരത്തെ നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. അപ്പം ഓരോരുത്തർക്കും പല രീതിയിലുള്ള സാക്രിഫൈസ് ആയിരിക്കും. എല്ലാം കൂടെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പം എന്താ പറയുക, ഇതുപോലത്തെ സാക്രിഫൈസ് എക്സ്പെക്റ്റഡ് ആണ്. അതെല്ലാം മനസ്സിൽ കരുതിക്കൊണ്ട് വേണം നമ്മൾ ജയിക്കാനായിട്ട് മുന്നോട്ടേക്കുള്ള ആക്ഷൻസ് എല്ലാം എടുക്കുന്നത്.
ബാക്ക് ഇൻ മൈ ഹൗസ്. നാട്ടിൽ കൊല്ലത്തെത്തി. വീട്ടിൽ എപ്പോഴായിരുന്നു എയർപോർട്ട് എത്തിയപ്പോഴത്തേക്ക് രാവിലെ 3 മണിയായി. എന്നിട്ട് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ഇമിഗ്രേഷൻ എത്തിയപ്പം ഭയങ്കര വലിയൊരു ക്യൂ. അപ്പം രണ്ടാൾക്കാർ വീൽ ചെയറിൽ ഒരു ഓൾഡ് ഏജ് ആൾക്കാരെ കൊണ്ടുപോകാമായിരുന്നു. അപ്പം ഞങ്ങളടുത്ത് ചോദിച്ചു കൂടെ വരുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ മോളെ പുഷ് ചെയറിലിരുത്തി പോകുമായിരുന്നു. അങ്ങനെ അവരുടെ കൂടെ പോയതുകൊണ്ട് ഒരു മുട്ടൻ ക്യൂ, ഭയങ്കര വലിയ ക്യൂ ആയിരുന്നു. ആ ക്യൂവിൽ നിൽക്കേണ്ടിയേ വന്നില്ല. നേരെ ഇമിഗ്രേഷനിൽ പോയി അവിടുന്ന് നേരെ അങ്ങോട്ട് പോയി ബാഗേജ് എടുക്കാൻ പോയി. ചെന്ന് കയറിയപ്പോൾ തന്നെ പെട്ടിയും കിട്ടി. അങ്ങനെ നേരെ വീട്ടിലേക്ക് പോയി. വീടെത്തി പ്രയറെല്ലാം കഴിഞ്ഞു. രാവിലെ സമയം 6:30. കുറച്ച് വർക്ക് ചെയ്താലോ എന്ന് ആലോചിക്കുക. കാരണം അത്രയ്ക്കൊന്നും ഉറക്കം വരുന്നില്ല. കുറച്ച് നേരം വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. വർക്ക് ചെയ്ത് ഉറക്കം വരാൻ നേരത്തെ പതുക്കെ കിടക്കാം. കാരണം എനിക്ക് ഉറക്കം വരാതെ ഉറങ്ങിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കിടന്നുറങ്ങാൻ ശ്രമിക്കുന്നത് എനിക്കിഷ്ടമല്ല. എനിക്ക് ചുമ്മാ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല എനിക്ക് ഫീൽ ചെയ്യാറ്. അപ്പം പക്ഷേ കിടന്ന് എന്തെങ്കിലും ചെയ്യാൻ നോക്കി അപ്പോഴേ ഉറങ്ങും. എന്നാലും ഉറങ്ങാൻ വേണ്ടിയായിട്ട് കിടക്കത്തില്ല. അപ്പോൾ ഇന്നിനി സൺഡേ ആയതുകൊണ്ട് ജിമ്മില്ല. അപ്പം ഇന്ന് കുറച്ച് ഗ്യാപ്പ് കിട്ടും, റെസ്റ്റ് കിട്ടും. കുറച്ച് ഇന്ന് വർക്ക് ഫിനിഷ് ചെയ്യാനുണ്ട്. ഹോപ്പിംഗ് ടു ഗെറ്റ് സം പേയ്മെൻറ്റ്സ് ഡൺ ഇൻ ദ കമ്മിങ് ഫ്യൂ ഡേയ്സ്. ആൻഡ് കുറച്ച് അപ്ഡേറ്റ്സ് ഉണ്ട്, കുറേ യാത്രകൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പണ്ടത്തെ കണക്ക് വ്ളോഗ് പിന്നെ സ്റ്റാർട്ട് ചെയ്യാനാണ് പ്ലാൻ. ഹോപ്പ്ഫുള്ളി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ മടിച്ച് തട്ടിയും മുട്ടിയൊക്കെ എടുത്ത വീഡിയോ ആണിത്. എനിക്ക് എടുക്കാൻ മടിയായിട്ട് ഞാൻ ക്യാമറ പിടിച്ചുകൊണ്ട് നടന്ന് റെക്കോർഡ് ചെയ്യുന്ന ടൈപ്പ് ഒരാളല്ല. അപ്പം എന്താ പറയുക, എങ്ങനെയെങ്കിലും കണ്ടൻറ്റ് എടുത്ത് ശീലിക്കാൻ നോക്കുകയാണ്. സോ നമ്മൾ ജിമ്മിൽ പോകുന്നത് ഫിറ്റ്നസ്സിന് വേണ്ടി മാത്രമല്ല, എല്ലാ ദിവസവും എഴുന്നേറ്റ് ജിമ്മിൽ പോകുന്ന ആ ഒരു കൺസിസ്റ്റൻസി, ഡിസിപ്ലിൻ, നമ്മളെ മൈൻഡ് സെറ്റ് എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും. അതേ കണക്ക് തന്നെയാണ് വീഡിയോ എടുക്കുന്നതും. വീഡിയോ എടുക്കാൻ ഈസി ആയിരിക്കും, പക്ഷേ ആ ഒരു മൈൻഡ് സെറ്റ് എപ്പോഴും പിടിച്ചുകൊണ്ട് നടന്ന് എല്ലായിടത്തും ക്യാമറ കൊണ്ട് വെച്ച് വീഡിയോ എടുക്കുക എന്നുള്ളത് എല്ലാം സ്ട്രഗിളാണ്. നത്തിങ് ഈസ് ഈസി. ചെയ്തു തുടങ്ങുമ്പം ഇവഞ്ച്വലി ഈസി ആവത്തേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പണ്ടേ ആഗ്രഹമുള്ളതാണ് യൂട്യൂബ് ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ തിരിച്ച് പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇപ്പം ഈ ഒരു റെക്കോർഡ് ചെയ്യുന്ന DJI Osmo Pocket 3 ഒക്കെ വാങ്ങിച്ച് ഫൈൻഡിങ് സം റീസൺസ് ടു റെക്കോർഡ്. അപ്പം ഹോപ്പ്ഫുള്ളി ഇനി തൊട്ട് എല്ലാ ആഴ്ചയും അറ്റ്ലീസ്റ്റ് 1 വീഡിയോ വെച്ച് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ കൂട്ടി കൊണ്ടുവരും. ട്രൈ ചെയ്യുന്നുണ്ട് എടുക്കാനായിട്ട്. അറ്റ്ലീസ്റ്റ് 1 എങ്കിലും ആഴ്ചയിൽ ഒരിക്കൽ വെച്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്താലേ എനിക്കൊരു മോട്ടിവേഷൻ വരത്തുള്ളൂ ചെയ്യാനായിട്ട്. സോ hope you like this video and I'll see you in the next one. Bye bye. الطهر قد نطقت فيه المحبة